ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ സംസ്ഥാനത്തിന്റെ ഒരു പൊതു പരിപാടിക്ക് രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ കണക്കുകൾ മാറാൻ പോകുന്നില്ല. കോൺട്രിബ്യൂഷൻസിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ പല വർഷം ആലോചന മാത്രമായ പദ്ധതിക്ക് പ്രായോഗിക രൂപകൽപ്പന കിട്ടിയത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു കൺസെഷൻ കരാർ ഒപ്പുവെച്ചു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് PPP മാതൃകയിലായിരുന്നു നിർമ്മാണവും പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ തീരുമാനിച്ചത്. 2014 ജനുവരി 3 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് പരിസ്ഥിതി അനുമതി അദ്ദേഹം നേടിയെടുത്തു. എൻവയോൺമെന്റ് ക്ലിയറൻസ് അനുമതിയും വിഴിഞ്ഞം പോർട്ടിന് ലഭിച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും വലിയ കടമ്പ വിഴിഞ്ഞം പോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി CRSഉം അദ്ദേഹം ഉറപ്പുവരുത്തി. 2015ഓടുകൂടി 130 ഹെക്ടറിലധികം ഭൂമി അദ്ദേഹം പോർട്ടിനു വേണ്ടി ഏറ്റെടുത്തു. തീരദേശവാസികൾക്ക് അതിനുള്ള നഷ്ടപരിഹാരവും നൽകി. റോഡ്, റെയിൽ ലിങ്കുകൾ എന്നിവയുടെ ആസൂത്രണം ആരംഭിച്ചു. പാർട്ടിക്കുള്ളിലും പുറത്തും എതിർപ്പുകൾ ധാരാളം ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടി ഈ പദ്ധതിയെ ശക്തമായി പിന്തുണച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 2015 പദ്ധതിയുടെ അടിസ്ഥാനം ശക്തമാക്കിയെങ്കിൽ പിണറായി സർക്കാരാണ് അതിന് നിർവഹണം ഏറ്റെടുത്ത് നടത്തിയത്. ആദ്യം 2045 തീരാനിരുന്ന പദ്ധതി ഇപ്പോൾ 2028 മുന്നോട്ട് കൊണ്ടുപോയത് ഈ സർക്കാരാണ്. കേരളം മൊത്തം ചെലവായ 8,867 കോടി രൂപയിൽ 5,595 കോടിയോളം രൂപ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 63% വിഴിഞ്ഞ പോർട്ടിന്റെ ഫണ്ടും കേരളമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 2,159 കോടിയോളം രൂപ ഇതിനുവേണ്ടി കേരള സർക്കാർ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി തുക പദ്ധതി പ്രകാരം ചെലവഴിക്കുന്നതായിരിക്കും. 1,350 കോടി രൂപ ബ്രേക്ക് വാട്ടറിനും 1,482 കോടിയോളം രൂപ റെയിൽവേ ലൈനിനും വേണ്ടിയാണ്. 2022 പ്രതിഷേധങ്ങൾക്കിടയിൽ തീരദേശ പരിഹാരത്തിനായി 100 കോടി രൂപ അധിക ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഓക്കി ചുഴലിക്കാറ്റ്, തീരദേശവാസികളുടെ പ്രതിഷേധങ്ങൾ ഇവയെല്ലാം മറികടന്ന് പരീക്ഷണ ഘട്ടത്തിൽ 1,900 കണ്ടെയ്നറുകൾ ട്രയൽ റൺ ചെയ്തു. ഇനിയും അദാനിയുടെ പങ്കെടുക്കാം. 2,454 കോടിയോളം അദാനി ഇൻവെസ്റ്റ് ചെയ്തു. 40 വർഷത്തേക്ക് പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് കരാർ. 20 വർഷം കൂടി വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാൻ സാധിക്കും. അദാനിക്ക് ലാഭം കിട്ടും, അതിൽ നിന്ന് കേരളത്തിന് ഷെയർ. അതിൽ ഒരു ഭേദം കേന്ദ്ര സർക്കാരിന് കൊടുക്കണം, BGF ഫണ്ടിന്റെ തിരിച്ചടവിന്റെ ഭാഗമായി. ഇനി നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് നോക്കാം. 817 കോടിയോളം രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വഴി നൽകിയെങ്കിലും 2024 കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത് ലോണായി കണക്കാക്കി പലിശയോടെ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ലോണിന് പകരമായി ഭാവിയിൽ തുറമുഖത്തിന്റെ വരുമാനത്തിൽ നിന്ന് 817 കോടി രൂപ തിരിച്ചടയ്ക്കണം. 8,867 കോടിയിൽ 9.2% ഫണ്ടിന് മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ സഹായമുള്ളൂ. ഇത് ഓഹരി ഉടമയല്ല, ധനസഹായം മാത്രമാണ്. ഇനിയുള്ള കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി 2025 മെയ് 2 ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്.